ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഈ രണ്ടാമതൊരു വീഡിയോ എന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, എൻ്റെ പൊന്നുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇന്നേക്ക് എന്താ പറയുക, ഇന്നും എനിക്ക് ഈ പ്രായമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ചാക്കോച്ചനെയും തോമുവിനെയൊക്കെ കാണുമ്പോൾ പൊന്നുവിൻ്റെ ചെറുപ്പകാലമാണ് കേട്ടോ. അതേപോലെയാണ്, ഇതുപോലെ ഇങ്ങനെ നല്ല ഗുണ്ടുമണിയായിട്ട്. അപ്പോൾ ഇത് അവളുടെ ചെറുപ്രായം തൊട്ടുള്ള ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വെറുതെ കുറേ കുട്ടികൾ എനിക്ക് വിഷ് ചെയ്തു. അപ്പോൾ സിൽജിന, പിന്നെ ജാനു, പിന്നെ എന്താ പറയുക മീനു, അങ്ങനെ കുട്ടികൾ എനിക്ക് വീഡിയോസ് സെൻഡ് ചെയ്തു തന്നു. അപ്പോൾ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ സൗബുവിനോടോ പൊന്നുവിനോടോ ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചോ എല്ലാവരും തിരക്കിലാണ്, എന്നാൽ പിന്നെ ഇപ്പോൾ ഇഷ്ടം പോലെ കുട്ടികൾ എനിക്ക് ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ആരെങ്കിലും ചെയ്ത് തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും കുട്ടികളൊക്കെ എനിക്ക് ചെയ്ത് ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരാളോടും പറയാൻ പോയില്ല. ഇപ്പോൾ ഡിവൈനായാലും ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്, വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഇതുപോലെ വിഷ് ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കുട്ടികളോട് പറഞ്ഞപ്പോഴാണ് അവരെനിക്ക് കുറച്ച് വീഡിയോസ് തന്ന്. അപ്പോൾ ഞാൻ അതും കൂടി ഇത് കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ കുട്ടിയുടെ കുറേ ചെറുപ്പത്തിലത്തെ ഫോട്ടോസ് എൻ്റെ ഒരു ആൽബത്തിൽ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്തതാണ്. ഇപ്പോൾ ശരിക്കും ഇപ്പോൾ സമയം 2 മണിയാണ്. പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറയുക, അവളുടെ ചെറുപ്പകാലമാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കുട്ടി ഇവിടെ ഇല്ലാനും അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ കണ്ടു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റേതായ ഒരു രീതിയിൽ ഒരു ചെറിയൊരു വിഷ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോസും പിന്നെ ഞാനിടുന്ന ഈ ഫോട്ടോസും കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ മലയാളത്തിൻ്റെ കുഞ്ഞെഴുത്തി എന്നാണ് നമ്മുടെ ONV കുറിപ്പാണ് പറഞ്ഞിട്ടുള്ളത്. ആളുടെ കുഞ്ഞെഴുത്തി എന്നുള്ള കവിതയുടെ കുഞ്ഞെഴുത്തിയാണ് കേട്ടോ. അപ്പോൾ ചെറുപ്പം തൊട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 4.5 വയസ്സ് തൊട്ട് 3.45 വയസ്സ് തൊട്ടാണ് ഡിംപിൾ ഈ ഫീൽഡിലേക്ക് വന്നത്. അന്ന് തൊട്ട് ഉള്ള പേരാണ് ഡിംപിൾ റോസ് എന്നുള്ളത്. പേരിലോ ഒന്നിലും ഒരു മാറ്റം നമ്മൾ ഇതുവരെ വരുത്തിയിട്ടില്ല കേട്ടോ. അങ്ങനെ ശരിക്ക് 25 വർഷം ആയില്ലെങ്കിൽ പോലും ഏകദേശം ഒരു 22 വർഷത്തോളം ഈ ഫീൽഡിലുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം ശരിക്ക് ഒന്നിലും ഇല്ല എന്നും പറയാൻ പറ്റില്ല, കാരണം കല്യാണം കഴിഞ്ഞിട്ട് റിയാലിറ്റി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ശരിക്കും പ്രസവത്തിൻ്റെ തൊട്ട് മുൻപായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും എല്ലാവരും ആ ഡിംപിൾ റോസ് എന്നുള്ള പേരിൽ തന്നെയാണ് പൊന്നുവിനെ അറിയണത് കേട്ടോ. കുഞ്ഞിലേ തൊട്ട് കുറേ പേര് കല്ലു എന്ന് വിളിക്കും. കല്ലുവാണ് അധിക ഭാഗം, വലിയ കുട്ടിയായിട്ടും കല്ലു എന്ന് വിളിക്കുന്ന ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ. അങ്ങനെ ശരിക്ക് ഞാൻ ഇന്നിങ്ങനെ നോക്കിയപ്പോൾ ഓരോ പ്രായം, ഇപ്പോൾ ടീനേജ് പ്രായത്തിൻ്റെ ഫോട്ടോസ് കുറേ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ എനിക്കും ബുദ്ധിമുട്ടാണ് വോയിസ് ഓവർ കൊടുക്കാനായിട്ട്, നിങ്ങൾക്കും കാണുമ്പോൾ ആശയക്കുഴപ്പമാവും. അപ്പോൾ ഞാൻ വളരെ കണ്ണിൽ കണ്ട കുറച്ച് ഫോട്ടോസ് മാത്രം ഇതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സമയത്ത് 10th പഠിക്കുന്ന സമയത്ത് ഒക്കെ ഈ പുരാണങ്ങൾ മാത്രമേ ചെയ്തിരുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ സ്റ്റോറി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്ലാസ്സും മിസ്സാവില്ല. അങ്ങനെയാണ് പൊന്നു എന്താ പറയുക ഇവിടം വരെ എത്തിയത് കേട്ടോ. കാരണം എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കും, എല്ലായിടത്തും എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടാണ് വരിക. അങ്ങനെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കുട്ടിക്കാലമായിരുന്നു കേട്ടോ പൊന്നുവിൻ്റെ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോഴേ സാരിയൊക്കെ കൊടുത്തിട്ടാണ് ആഡും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയ കുട്ടിയായിരുന്നുള്ളൂ. കാഴ്ചയിലും ഭയങ്കര വലിപ്പത്തിലുള്ളൊരു മോളായിരുന്നു. അപ്പം അങ്ങനെ എന്നാൽ ഫേസിൽ കണ്ട എല്ലാവരും പറയും, മുഖം കണ്ടാൽ അറിയാവുള്ളൂ ചെറിയ കുട്ടിയാണെന്ന് അറിയാമെന്ന് പറയും. അങ്ങനെ എന്താ പറയുക, പരസ്യങ്ങളും സിനിമയും സീരിയലും ഡാൻസ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ KS പ്രസാദ് ടീമിൽ 2 വർഷത്തോളം അവൾ പുറത്തുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ഓരോ കുഞ്ഞു ആഘോഷങ്ങളും ഏറ്റവും ഭംഗിയാക്കാനായിട്ടാണ് പൊന്നു ശ്രമിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഡിംപിൾ അതിനൊന്നും ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലെ ഫോട്ടോസോ അല്ലെങ്കിൽ ഇങ്ങനെ കുറേ മെമ്മറീസോ ഒന്നും നമ്മൾക്ക് ഉണ്ടാവില്ല. കാരണം ഞാൻ ഇന്ന് ഇങ്ങനെ ആൽബം ഇങ്ങനെ മറച്ച് നോക്കിയപ്പോൾ പഴയ കുറേ ഫോട്ടോസ് അതിൽ എന്താ പറയുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അതുപോലെ ഉള്ള പണ്ടത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മളുടെ മുമ്പിൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എടുത്തു വയ്ക്കാനും അതുപോലെ എന്താ പറയുക സൂക്ഷിച്ച് വയ്ക്കാനും ഒക്കെ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് ഡിംപിളാണ്. ഇന്നും അതെ കേട്ടോ. ഇന്നും നിങ്ങൾക്ക് നമ്മളുടെ വീഡിയോസും ചാനൽസൊക്കെ വാച്ച് ചെയ്യണവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴും അതെ. അപ്പോൾ ഞാനിപ്പോഴും പറയും, പെൺകുട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു അമ്മ എന്താ പറയുക മകളെന്ന നിലയിൽ അവളെല്ലാ രീതിയിലും അല്ലെങ്കിൽ ഒരു പെങ്ങളെന്ന നിലയിൽ എല്ലാ രീതിയിലും
ഏറ്റവും ഭംഗിയായിട്ടാണ് ശരിക്കും ഈ 24 വയസ്സിലാണ് 24 വയസ്സിൻ്റെ ബർത്ത്ഡേക്ക് കല്യാണം ഉറപ്പിച്ച് വെച്ച സമയമാണ്. അപ്പോൾ അത്രയും വർഷം ഈ നമ്മളുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾ ഇൻ ഓളായിട്ട് എല്ലാവരുടെയും എന്താ പറയുക കണ്ണിലുണ്ണിയായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട്, പിന്നെ അത് മാത്രമല്ല എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തുണ്ടെങ്കിൽ നമ്മളെ ശാസിക്കും, നമ്മളെ തിരുത്തും. അങ്ങനെ എന്താ പറയുക, ഞാൻ ശരിക്കും ഒതുക്കലൊക്കെ പഠിച്ചത് ഡിമ്പിളുടെ കയ്യിൽ നിന്നാണ്. കാരണം ഒരു സാധനം വെച്ച് കൊടുത്തിരിക്കണം. പക്ഷേ ഇപ്പോൾ അതൊക്കെ അവൾക്ക് മാറി തുടങ്ങി. കാരണം പറ്റാണ്ടായി തുടങ്ങി. കൊച്ചും പിന്നെ യാത്രയും പിന്നെ എന്താ പറയുക അവിടെ ഇവിടെയൊക്കെയുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറേ സാധനങ്ങൾ അവിടെ, കുറേ സാധനങ്ങൾ ഇവിടെ, അങ്ങനെ ആയിട്ട് വരുമ്പോൾ അവൾക്കും അതൊരു ബുദ്ധിമുട്ട് പറ്റാണ്ടായി തുടങ്ങിയിട്ടോ. ഇത് നമ്മളുടെ പൊന്നുവിന് 18 വയസ്സിൽ വാങ്ങിയ കാറാണ് നാനോ. ഇത് നമ്മുടെ കിച്ചൺ മാജിക്കിലെ അവിടെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതിൻ്റെ ഓരോ എപ്പിസോഡിൽ. ഇത് വിന്നറായിരുന്നു, ഫസ്റ്റ് റണ്ണറപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ദിവസം എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നിഷയാണിത്. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങടാണ് എനിക്ക് കുട്ടികൾ എഡിറ്റ് ചെയ്ത് തന്ന വീഡിയോസ്, അതായത് വിഷ് ചെയ്യാനായിട്ടുള്ള വീഡിയോസാണ്. ഇതിൽ ശരിക്ക് സോങ്ങൊക്കെ ഇട്ടിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. സോങ് ഇടാണ്ട് ഇട്ട് തന്നു. കാരണം എനിക്ക് ഇങ്ങനെ വീഡിയോ ഇടാനാന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ 3 കുട്ടികളോട്. സിൽജിനിയും ജാനും മീനുമാണ് എനിക്ക് ഇത് 3 പേരാണ് ഇത് അയച്ചത്. പിന്നെ കുറേ പേര് വിഷുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലവരുടെയും പേര് വിട്ടു പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതിലിപ്പോൾ ഡോൺ വിഷ് ചെയ്ത വീഡിയോ ഉണ്ട്, ഡിവൈൻ്റെ വിഷ് ചെയ്ത വീഡിയോ ഉണ്ട്. എല്ലാവരുടെയും വീഡിയോസ് കൂടി ഒന്നിച്ച് ചേർത്തിട്ട് ഞാനൊരു കൊച്ചു വീഡിയോ ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ പേര് എങ്ങനെയാണെന്ന് വെച്ചാൽ പഴയ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്നാന്ന് ഫോട്ടോസ് നോക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു അവരോട് എവിടെ നിന്നാണ് ഫോട്ടോസ് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണ്, ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതാണ് ഡിമ്പിളുടെ. അപ്പോഴാണ് ഞാൻ കുഞ്ഞിലേ തൊട്ടുള്ള ആൽബംസും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എനിക്കും ഒരു ചെറിയൊരു എന്താ പറയുക വീഡിയോ ചെയ്ത് ഞാൻ എല്ലാ ദിവസവും എഡിറ്റ് ചെയ്ത് എൻ്റേതായ ഡേ ഇൻ മൈ ലൈഫ് പോലെ ചെയ്യുമ്പോൾ ഒരു ദിവസമെങ്കിലും എൻ്റെ മോൾക്ക്, അവളാണ് എന്നെ പഠിപ്പിച്ചത് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും എന്താ പറയുക ഡിലീറ്റ് ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്നെ പഠിപ്പിച്ചത് ഡിമ്പിളാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കുട്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അമ്മമാർ എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കണം. നമ്മളെപ്പോഴും എന്താ പറയുക എന്തിനെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരുന്നാലേ നമുക്ക് വേറെ ചിന്തകളില്ലാണ്ട് മുന്നിലേക്ക് ചെറുപ്പം പോലെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് പൊന്നു എന്നെ ഓരോന്ന് പഠിപ്പിക്കാറും ഓരോന്ന് ചെയ്യാറും കേട്ടോ. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയെന്ന് എനിക്കൊരു തോന്നൽ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്യണ്ടേ, അങ്ങനെ ചെയ്തതാണ് ഞാൻ ഈ വീഡിയോ. അപ്പോൾ എന്തുകൊണ്ടും എന്താ പറയുക വളരെ കെട്ടിൻ്റെ സമയമാണ്, കെട്ട് കഴിഞ്ഞു. അതുപോലെ ഏറ്റവും ഭംഗിയായിട്ട് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് എല്ലാവരുടെയും ലൈഫിലുള്ള പോലെ. കുറേ ഉയർച്ചയും താഴ്ചയും ഒക്കെ ആയിട്ടാണ് ഇത്രയും വർഷങ്ങൾ ഇങ്ങോട്ട് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ഡിമ്പിളിനെ സംബന്ധിച്ച് കല്യാണത്തിൻ്റെ അവിടം വരെ ഒരു അല്ലലും അറിയാണ്ട് വന്ന കുട്ടി കുറേ എന്താ പറയുക പ്രശ്നങ്ങൾ കടന്നാണ് അവസാനം ഡെലിവറിയുടെ പ്രശ്നങ്ങളും കഴിഞ്ഞ് ഇപ്പോൾ എന്താ പറയുക ചെറിയൊരു ആശ്വാസത്തിൽ നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും ഭയങ്കര നന്ദിയാണ്. കാരണം എൻ്റെ ചാനൽ കാണുന്നവർക്കും പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്റ്റോറി അറിഞ്ഞ് ഒരു നിമിഷമെങ്കിലും പാച്ചുവിന് വേണ്ടി അല്ലെങ്കിൽ ഡിമ്പിളിന് വേണ്ടി അവരുടെ ഫാമിലിക്ക് വേണ്ടി, അവരുടെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയാണ് കേട്ടോ. കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും ഏറ്റവും നല്ലതായി തീരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഡോണും ഡിവൈനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക അത് മാത്രമായി കഴിഞ്ഞാൽ ഒരു വീഡിയോ ആയി തീരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫോട്ടോസ് ഇട്ടിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാനൊന്നും അറിയില്ല, അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കെട്ടും ഇത് ഡിവൈൻ ഇട്ട വീഡിയോ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഓരോ മുഹൂർത്തങ്ങൾ കറക്റ്റ് കണക്ട് ചെയ്ത് ഇപ്പോഴും വരെയുള്ള ഫോട്ടോസ് ഇട്ടപ്പോൾ നമ്മൾ ശരിക്കും അത്രയും വർഷം മുമ്പ് ആ ഒരു കല്യാണം കൂടിയ ഒരു ഫീലിംഗാണ്. അപ്പോൾ അതിൽ സന്തോഷവും സങ്കടവും ഒക്കെയുണ്ട്. അപ്പോൾ അന്ന് ഡോൺ
കൈ പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ കരഞ്ഞിട്ടുള്ള സംഭവവും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പറയില്ലേ ഇത്രയും വർഷമായി എന്നുള്ള തോന്നലില്ല, ഇന്നലെ കണ്ട പോലെയാണ് നമ്മളുടെ മനസ്സിൽ. അപ്പോൾ ഏറ്റവും സന്തോഷത്തിൽ ഇനി ഇവർ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ള അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എനിക്ക് ഒരു കാര്യത്തിൽ പൊന്നുവിനോട് ഭയങ്കര അഭിമാനമാണ് കേട്ടോ. എന്ത് വന്നാലും തുഴഞ്ഞ് എവിടെയെങ്കിലും ചെന്ന് എത്തണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അവൾക്കുണ്ട്. പണ്ടെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് കണ്ടാലും ഒന്നും മിണ്ടില്ല, കരച്ചിലായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, എന്തും തന്നെ ചെയ്യാം എന്നുള്ള ഒരു തൻ്റെ ഇടവും കാര്യങ്ങളും ഒക്കെ അവൾക്ക് വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, അതൊക്കെ നിങ്ങളുടെ ബലമാണ് കേട്ടോ. ഓരോരുത്തരും പേഴ്സണലി വിളിച്ചിട്ടുള്ള സംസാരിക്കലും മെസ്സേജ് അയക്കലും ആശ്വസിപ്പിക്കലും സ്നേഹിക്കലും ഒക്കെ കൊണ്ടാണ് എൻ്റെ കുട്ടി ഇത്രയും സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കാണുന്നത്. ശരിക്കും 30 വയസ്സാവേണ്ടി വന്നു അവൾക്കൊന്ന് എന്താ പറയുക, അവളുടേതായ തീരുമാനങ്ങളെടുത്ത് ജീവിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സ്നേഹത്തിന് നന്ദി. ഇപ്പോൾ അവളുടെ കൂടെ ഒരു ബലത്തിന് ഒരു മോനുണ്ട്. എല്ലാ ആരോഗ്യത്തോടും കൂടി തമ്പുരാൻ അവനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഓരോ വളർച്ചയാണ് ഇപ്പോൾ ഇനി അവളുടെ ലക്ഷ്യം. ഇപ്പോൾ എന്താ പറയുക, മറ്റേ അവൻ്റെ ചെറുപ്പത്തിലെയുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മറ്റേ തെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോകണു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ എവിടെയെങ്കിലും നല്ലൊരു ഇപ്പോൾ സമ്മർ വെക്കേഷനാണ് പോയിക്കണം. ഇനി ജൂൺ കഴിഞ്ഞാൽ നല്ലൊരു പ്ലേ സ്കൂളിൽ ചേർത്തണം. അപ്പോൾ അതൊക്കെ എന്താ പറയുക, അതാത് സമയങ്ങളിൽ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യപ്രാപ്തിയും കാര്യങ്ങളൊക്കെ മോനും ഇവരുടെ ഫാമിലിക്കും, അതായത് ഡിംപിളിനും ഹാൻസിനും കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നിങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫോട്ടോസാണ് കേട്ടോ ഞാൻ ഇട്ടത്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ ഈ അവസരത്തിൽ ഒരാളെയും കൂടി നമ്മൾ പ്രത്യേകം ഓർക്കണമല്ലോ, നമ്മുടെ കെസ്റ്റർ ബേബീനെ. അപ്പോൾ എപ്പോഴും അത് ഞങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. ഇതിപ്പോൾ ഞാൻ ആൽബം എടുത്തതാണ് കേട്ടോ. അപ്പോൾ രഞ്ജിമാറായിരുന്നു മേക്കപ്പ്. ഇതാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഗെറ്റപ്പും കാര്യങ്ങളും. അത് കഴിഞ്ഞ് താലികെട്ട്. അപ്പോൾ ഈ താലി കെട്ടണ നേരത്താണ് സത്യത്തിൽ നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന തമ്പുരാൻ ഇപ്പോഴും കേട്ടിട്ടുണ്ട്. കാരണം എങ്ങനെ വന്നാലും അവരേറ്റവും നല്ല രീതിയിൽ ഏറ്റവും എന്താ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും കലഹിച്ചും ഇത്രയും വർഷം ഒന്നിച്ച് എത്തിയല്ലോ, അതെന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയും, അതെന്താ പറയുക, അങ്ങനെ മുന്നിലേക്ക് പോകുന്നതാണ് ശരിക്കും ലൈഫ് എന്ന് പറയുന്നത്. ലൈഫ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ അതൊക്കെ തുഴഞ്ഞ് മുന്നിലേക്ക് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അങ്ങനെ അപ്പനും മോൻ്റെയും ഫോട്ടോ, അമ്മയുടെയും മോൻ്റെയും ഫോട്ടോ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരെ നമ്മളുടെ എന്താ പറയുക, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മാലാഖ കുട്ടീനെയാണ്. അപ്പോൾ നമ്മുടെ മാലാഖേനെ കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.